അമ്മയുടെ കടയിൽ ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക അവിടെ നിന്ന് ഇട്ട് കൊടുന്നതാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ഉമ്മർത്തേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ ചക്ക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇത് കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ വെടുക്കുറത്തേക്ക് എടുത്തുകൊണ്ട് വരല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉമ്മർത്ത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും വലുത് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകണ്ടേ. ഞാൻ ചക്ക കട്ട് ചെയ്യുമ്പോഴേക്കും സീമോളും മുളഞ്ഞൊക്കെ തൊട്ടിട്ട് ഡ്രസ്സുമ്മലൊക്കെ വെച്ച് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ ചീത്ത അറിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ആക്കിയുള്ളതാണ്. എനിക്കിങ്ങനെ വെട്ടോത്തി വെച്ചിട്ട് വെട്ടിയിട്ട് ഇങ്ങനെ ചക്ക വെട്ടാൻ വയ്ക്കില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ വെട്ടുമ്പോൾ അത് പല ഭാഗത്തേക്കൊക്കെ കൊള്ളുക. അത് കാരണം ഞാൻ വലിയൊരു കത്തി എടുത്ത് കൊടുത്തിട്ട് കത്തിയായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഞാൻ കുറേ നേരം ചക്കയുടെ മേലെ കിടന്ന് കളിച്ചതിന് ശേഷമാണ് ഈ ചക്കയ്ക്ക് വെട്ടാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഞാൻ കുറേ നേരം അതുമ്പോൾ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ 2 കഷ്ണമാക്കിയത്. ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ തന്നെ അതാ നല്ല മുളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വെള്ളം പോലെ വരുന്നുണ്ട് കേട്ടോ. ഈ മഴ പെയ്തിട്ടാണാവോ, ചക്കയുടെ ഉള്ളിൽ വെള്ളം കയറിയിട്ടാണാവോ ഈ വെള്ളം പോലെ ഇങ്ങനെ ഒറ്റി വീഴുന്നത്. അപ്പോൾ അത് ആരും അപ്പോഴേക്കും സൈക്കിളിൽ കയറിയിട്ട് സൈക്കിൾ ഓട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുളഞ്ഞൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുത്ത് മാറ്റാൻ കേട്ടോ ഒരു ചകിരി വെച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വെടുക്കുറത്തേക്ക് എടുത്തോണ്ട് പോകുമ്പോൾ എൻ്റെ ഡ്രസ്സുമ്മലൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ അത് ചെയ്യണം കേട്ടോ. പിന്നെ ഈ അല്ലേ ഇത് തോണ്ടിയിരുത്തായിരുന്നു ഇപ്പം. അപ്പോൾ അതേ ചക്കയൊക്കെ ബാക്കിൽ കൊടുന്ന് വെച്ചിട്ടെങ്കിൽ ബാക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ. സീമോള് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. എന്നെ തോണ്ടിയിട്ടും ചക്കയുടെ മേലെ തോണ്ടിയിട്ടും അങ്ങനെ അവസാനം ഞാൻ ആരിൻ്റെ അടുത്ത് പറഞ്ഞു ആര്യ ടി വി എന്തെങ്കിലും വെച്ചുകൊടുക്കണം. എന്നിട്ട് സിയുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആരിനും സിയും കൂടിയിട്ട് പിന്നെ അകത്ത് പോയിരുന്നിട്ട് ടി വി ആണായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വെട്ടോത്തി എടുത്ത് കൊടുത്തിട്ടാണ് ബാക്കിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണത്. എനിക്കിത് വെട്ടോത്തിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും അങ്ങോട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തോ കുത്തിയോടെ തന്നെ വീണ്ടും ഇങ്ങനെ കൊത്തണ്ടേ. ഞാനങ്ങനെ ചെയ്യുമ്പോൾ അത് അപ്പുറത്തെ ഭാഗത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ആവുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെട്ടോത്തി ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ അങ്ങനെ ചക്ക കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ചെയ്തു തരാൻ. ഇപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് താമസമായതിൻ്റെ ശേഷമാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഇതധികം മൂക്കാത്ത ചക്കയാണ് കേട്ടോ. ഞാൻ ചക്ക വറക്കണം എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇട്ട് കൊടുന്നതാണ് കേട്ടോ. അമ്മ വരുമ്പോഴേക്കും ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ അമ്മ ഞാനും കൂടിയിട്ട് വറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ശരിയാക്കണം കേട്ടോ. അമ്മ വരാനെങ്കിൽ ഒരു 8 മണിയൊക്കെ ആവും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചക്ക കൊടുന്ന് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അമ്മ നേരത്തെ വരും. പുറത്ത് നല്ല ചൂടല്ലേ, അത് കാരണമാണ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഇതുമാതിരിക്ക് ഇരിക്കാത്തത് കേട്ടോ. പക്ഷേ ഞാനൊരു 4 മണി 5 മണി ആ സമയത്താണ് ചക്ക നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. 4 മണിയല്ല 5 മണിയായി തോന്നുന്നു. അപ്പോഴേക്കും പിന്നെ ഞാൻ നന്നാക്കി കഴിയുമ്പോഴേക്കും തന്നെ 6:30 ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വെട്ടോത്തിയായിട്ട് വെട്ടിയിട്ട് പിന്നെ എനിക്കത് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല വെച്ചെങ്കിൽ ഞാൻ പിന്നെ വീണ്ടും കത്തിയെടുത്തിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ ചെയ്യണത്. ഈ സംഭവത്തിന് ശരിക്കും ഞങ്ങളുടെ അവിടെയൊക്കെ മടാള് എന്നാണ് കേട്ടോ പറയണത്. പിന്നെ എപ്പോഴോ തൃശ്ശൂർ ചെന്ന് പെട്ടതിൻ്റെ ശേഷമാണ് ഈ വെട്ടോത്തി എന്നുള്ളത് വരാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ അത് അങ്ങനെ തന്നെ എപ്പോഴും പറയാറ്. മടാളൊന്നും ഇപ്പോൾ അങ്ങനെ വരാറില്ല. ചക്കയ്ക്ക് അതാ ഓരോ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നന്നാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ആ സംഭവമല്ലേ എന്താണ് പറയുക, ചകിരിയോ അല്ല ചകിണിയോ എന്താ പറയുക, എനിക്ക് കറക്റ്റായിട്ട് കിട്ടണില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ പേര് കിട്ടണില്ല കേട്ടോ എന്താണെന്നുള്ളത്. ഞാൻ എന്തായാലും അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി ചക്കയൊക്കെ നന്നാക്കാം. ചക്ക അങ്ങനെ ചുള പറിച്ച് വെക്കാൻ പോവുക കേട്ടോ. അങ്ങനെ എന്താ ചക്ക ചുള പറിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു വലിയ ഉരുളി പോലത്തെ ഒരു പാത്രം ഉണ്ട് അകത്ത്. അപ്പോൾ അതാണ് കേട്ടോ എടുത്തു കൊടുത്തിട്ട് അതിലാണ് ഞാൻ ചുള പറിച്ചിട്ട് ഇട്ടിട്ടുള്ളത്. ചക്ക ചുള പറിച്ചിടാൻ തുടങ്ങിയപ്പോഴേക്കും ആര്യൻ വന്നിട്ട് ഓരോ ചുള അങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പിന്നാലെ പിന്നെ സിയമ്മോളും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇതൊക്കെ അധികം അവർ കഴിക്കണത് പേടിയാണ്. വല്ല വയറുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ സമ്മതിക്കില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചുള പറിക്കലൊക്കെ ഫുള്ള് കഴിഞ്ഞു. ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അതൊക്കെ കൊണ്ടുപോയിട്ട് വേസ്റ്റിലിടും വേണം കേട്ടോ. അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റിട്ടുണ്ട്. ഇനി ഇതാ രാത്രി ഇപ്പോൾ അമ്മ വന്നതിൻ്റെ ശേഷം ഞാനും അമ്മയും കൂടിയിട്ട് ചുള പറിച്ചതൊക്കെ വൃത്തിയാക്കി അതൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ഇപ്പോൾ അമ്മ അതാ പുറത്ത് അടുപ്പുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് അടുപ്പാണ്. ഞാൻ ഒരു 3 കല്ലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ ഗ്യാസ് കിട്ടാത്ത സമയമല്ലേ. അപ്പോൾ ഇനി ഗ്യാസ് തീർന്നാലും ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് തന്നെ പുറത്ത് 3 കല്ലൊക്കെ വെച്ചിട്ട് ഈ താബൂക്കിൻ്റെ സിമൻറ്റ് കട്ട ഉണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങനെ അടുപ്പുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അകത്ത് അടുപ്പുണ്ട് വെച്ചെങ്കിലും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതാരോ ഇങ്ങനെ ആ ഭാഗത്തുള്ള അടുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ ആ അടുപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ
എല്ലാ സ്റ്റൗമ്മ തന്നെ ചെയ്യാറ്. ഇപ്പോൾ പിന്നെ ക്ഷാമം വന്നതുകൊണ്ട് ഇനി ഗ്യാസ് തീർന്നാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് തന്നെ പുറത്ത് ഞങ്ങൾ അടുപ്പുണ്ടാക്കിയിട്ട് അതിലാണ് കേട്ടോ വെക്കണത്. അമ്മ അടുപ്പത്ത് ചക്കച്ചുള വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ബാക്കിയുള്ളത് ഞാനും അമ്മയും കൂടിയിട്ട് അരിയണം കേട്ടോ. ഞാനിങ്ങനെ അതിൻ്റെ കുരു ഇതൊക്കെ കളഞ്ഞിട്ട് കൊടുത്താൽ അമ്മ ഇങ്ങനെ അരിഞ്ഞിടും. പിന്നെ ഞാൻ അരിഞ്ഞിട്ട് അതിൻ്റെ സൈസ് വേറെ ആവും. അപ്പോൾ ഒരാൾ തന്നെയാണ് കേട്ടോ അരിഞ്ഞിടുന്നത്. ഞാനും അമ്മയും കൂടി അവിടെ ഇരുന്ന് അരിഞ്ഞിട്ട് വേഗം അരിയാനുള്ള തിരക്കിൽ ഈ സംഭവത്തിൻ്റെ കാര്യം മറന്നു പോയിട്ടോ. ഇതാവുമ്പോഴേക്കും അടുത്തത് അരിഞ്ഞെടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അതിരുന്ന് വേഗം ചെയ്യായിരുന്നു. അപ്പോൾ അടുപ്പത്തുള്ള സംഭവത്തിൻ്റെ കാര്യം മറന്ന്. അങ്ങനെ കുറച്ചൊന്ന് ഇത് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ, മൂപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ബ്രൗൺ കളറൊക്കെ ഒന്ന് കൂടി. അപ്പോൾ അമ്മ അത് കോരി എടുത്തിട്ടെങ്കിൽ വേറെ ഇടാൻ നോക്കുകയാണ് കേട്ടോ. അടുത്ത സെറ്റും കൂടി എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എത്ര വലിയ ചക്കയിരുന്ന് അരിഞ്ഞെടുത്തപ്പോൾ ഒന്നുമില്ല. പിന്നെ വറുത്ത് കോരിയപ്പോൾ തീരെയില്ല. കുറേ ആയി വീട്ടിലുണ്ടാക്കിയ ചക്ക വറുത്തത് കഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് രണ്ടാമത് വറുത്ത് കോരിയെടുത്തതാണ് തോന്നുന്നു ഈ പ്ലേറ്റിലിരിക്കുന്നത്. ആദ്യത്തെ ആ പാത്രത്തിലുമാണ് കേട്ടോ. സീമോൾക്കും ആരിനും പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരിനും അത്ര വലിയ കഴിക്കാൻ താല്പര്യമൊന്നുമില്ല, പക്ഷേ സീമോൾ നന്നായി കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും വെടുക്കുറത്തിരിക്കുകയാണ് അത് ആവണത് നോക്കിയിട്ട്. അങ്ങനെ അതൊക്കെ ആയതിൻ്റെ ശേഷം ഉരുളിയൊക്കെ ഇറക്കി ഇങ്ങനെ തീ അണച്ചിടണം കേട്ടോ. അല്ലെങ്കിൽ വല്ല പൂച്ച എന്തെങ്കിലും അതിൽ ചാടിയാലോ അവർക്ക് പൊള്ളലേൽക്കില്ലേ. അപ്പോൾ അത് അണച്ചിടാന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കാതെ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞെന്നാൽ വെള്ളം ഒഴിക്കണ്ട, ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അപ്പോഴും അടുപ്പിൻ്റെ ആവശ്യം വരില്ലേ. അപ്പോൾ കല എന്തെങ്കിലും ആകുമ്പോൾ വെള്ളമാക്കിയിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ അതേ അകത്തുനിന്ന് കലമൊക്കെ എടുത്ത് കൊടുത്തിട്ട് കഴുകിയിട്ട് അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെന്ന് വെച്ചെങ്കിൽ എപ്പോഴും കുളിക്കാനും ചൂടുവെള്ളം വേണം. എന്നാൽ പിന്നെ അതിന് ഉള്ള ചൂടുവെള്ളം വെക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കുളിക്കാമല്ലോ. ഇതിൻ്റെ ഇടയിൽ അമ്മ അത് അവിടെ കിടക്കണ ഇല ഉണങ്ങിയ ഇലയാണ് കേട്ടോ. ഉണങ്ങിയ ഇലയൊക്കെ കൊണ്ടുപോയിട്ട് ആ അടുപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് അവിടെ ആകെ പുകഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ നിൽക്കണ ഭാഗത്തേക്ക് പുക വരുന്നില്ല, പക്ഷേ ഞാൻ നിൽക്കണ ഭാഗത്തേക്കാണ് കേട്ടോ. ഞാൻ അവിടെ വെള്ളം കുറച്ചും കൂടി എടുക്കുകയായിരുന്നു. അപ്പോഴേക്കും പുക വന്നിട്ട് ഭയങ്കര പുക വന്ന്. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ വെള്ളം ഒഴിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞാൻ വേഗം അകത്തേക്ക് കയറി. Wow.